വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി മുട്ട ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. മസാല മുട്ട ബജി അല്ലെങ്കിൽ സ്റ്റഫ്ഡ് എഗ് ബജിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു വലിയ സവാള അരിഞ്ഞത്, ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് വേഗം തന്നെ മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറിക്കിട്ടണം. അതിനുശേഷം നമുക്ക് കറിവേപ്പില അരിഞ്ഞതിട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഹാഫാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും അതിൻ്റെ മഞ്ഞ മാറ്റിയെടുക്കാം. ഇനി ആ മഞ്ഞ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചതിന് ശേഷം നമ്മുടെ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മഞ്ഞ കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഒഴിച്ചിട്ടാണ് മാവ് രൂപത്തിലാക്കി എടുക്കുന്നത്. മാവ് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് ഇരിക്കണം, എന്നാലേ നമുക്ക് അതിൽ മുക്കി പൊരിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ മാവിൽ മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കണം. ഇപ്പോൾ പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം. നമ്മുടെ മസാല എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാ എഗ് ബജി പോലെയല്ല, കുറച്ചും കൂടി ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇനി മുട്ട ബജി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്